വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന BDJS BJP വിടുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BDJS വിടുന്നു എന്ന് പൂർണ്ണമായും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു തരത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി എന്തായിരിക്കാം BDJSന്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത്? BDJSനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഏകദേശം 2016 BDJS എന്ന് പറയുന്ന ഒരു പാർട്ടി വെള്ളാപ്പള്ളി നടേശന്റെ മകനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി ആരംഭിക്കുന്നത്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJPയോടായിരുന്നു അതിൽ അനുഭാവപൂർണ്ണം നിൽക്കുന്നത്. അന്ന് ഒരുപാട് സീറ്റുകൾ BDJSന് മത്സരിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ വലിയൊരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും BJP ചിന്തിക്കുന്നത് എങ്ങനെ ആളുകളെ തങ്ങളിലേക്ക് അടുപ്പിക്കാം എന്ന ഒറ്റ ചിന്ത കൊണ്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് BDJS എന്ന് പറയുന്ന ഒരു സംഘടനയെ BJP തങ്ങളിലേക്ക് അടുപ്പിക്കുന്നത്. അല്ലെങ്കിൽ BDJS ആരംഭിക്കുമ്പോൾ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയാണ് ആരംഭിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ വിഷയമായി പോയത് ഇപ്പൊ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയ പാർട്ടി ഇവർ രണ്ടുപേരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി പോയി എന്നതുകൊണ്ടാണ് പാർട്ടി ഇന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇപ്പോ ഈ ഒരു അവസ്ഥയിലേക്ക് പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം. അല്ല, ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടിക്ക് ആശയങ്ങൾ ഉണ്ടാകണം, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം. ഇപ്പൊ നമ്മള് കണ്ടതാണ് ഇപ്പം ചൂല്. ആം ആദ്മി പാർട്ടിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡൽഹിയിലേക്ക് ആം ആദ്മി പാർട്ടി കടന്നു വരുന്നു. കേജ്രിവാൾ അതിന് നേതൃത്വം കൊടുക്കുന്നു. ഡൽഹിയിൽ വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമാകുന്നു. കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ഡൽഹിയെ കേജ്രിവാൾ മൊത്തത്തിൽ ആം ആദ്മിയിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് ആം ആദ്മി പിന്നീട് BJPയിലേക്ക് തന്നെ, അല്ലെങ്കിൽ BJPക്ക് ആ സീറ്റുകൾ കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ പോയി. കാരണം ആം ആദ്മിക്കെതിരെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പോ എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വലിയൊരു മാറ്റങ്ങൾ പ്രതീക്ഷയുണ്ട്. അവിടെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അത്തരത്തിലൊന്നും ഇവിടെ BDJSന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ BDJS ആണെങ്കിൽ പോലും ഏറ്റവും ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇവിടുത്തെ ഈഴവ വോട്ട് ബാങ്കുകൾ തന്നെയാണ്. കാരണം വെള്ളാപ്പള്ളി നടേശനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടുത്തെ SNDPയുടെ പ്രസിഡന്റ് ആണ്. അപ്പോ അത്തരത്തിൽ SNDP ഉള്ള ഈഴവ സമൂഹത്തിലുള്ള ആളുകളെ കൂടുതൽ തങ്ങളിലേക്ക് എത്തിച്ചേർക്കുക, അല്ലെങ്കിൽ തങ്ങൾ പറയുന്നത് മാത്രമേ കേൾക്കൂ എന്നുള്ള ഒറ്റൊരു അജണ്ടയുടെ പേരിലാണ് BDJS എന്നൊരു പാർട്ടി രൂപീകരിച്ചത്. പക്ഷെ എല്ലാവരും അങ്ങനെ അല്ലല്ലോ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ഇപ്പം ജനാധിപത്യ ബോധമുള്ള എല്ലാവരും ഇപ്പോ മതപരമായിട്ടാണെങ്കിലും ജാതിപരമായിട്ടാണെങ്കിലും അതിന് നേതൃത്വം പറയുന്നത് പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന ആളുകളൊന്നും അല്ല കേരളത്തിലുള്ളത്, അല്ലെങ്കിൽ അതിനെ വെള്ളം ചേർക്കാതെ വിഴുങ്ങുന്ന അത്തരത്തിലുള്ള ആളുകളൊന്നും അല്ല കേരളത്തിലുള്ളത്. അതെ, അല്ല, അതിനപ്പുറത്തേക്ക് ഇപ്പോ നമുക്കറിയാം BJP ഈ പറയുന്ന BDJSൽ ചേർത്ത് നിർത്തുമ്പോൾ സ്വാഭാവികമായും SNDP വോട്ടുകളുടെ കൂടി ഒരു ഷെയർ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ SNDPയുടെയും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെയും ഇപ്പോഴത്തെ ഒരു സമീപനം LDFനോട് ഒരു ചായ്വുള്ളതുപോലെ, അത് അല്ലെങ്കിൽ ഈ പറയുന്ന വോട്ടുകളൊക്കെ LDFിലേക്കോ CPMലേക്കോ കേന്ദ്രീകൃതമാകുമെന്നുള്ള BJPയുടെ ഒരു സംശയമായിരിക്കില്ലേ? BJP ഇപ്പോ BDJSന് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. BDJSനേക്കാളുള്ള വോട്ടുകൾ BJPക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് BJP BDJSന് വലിയ വിലയൊന്നും കൊടുക്കാത്തത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും സീറ്റ് കൊടുത്താൽ പോലും മത്സരിക്കാൻ BDJSന് ആളില്ലാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BDJSന് കൊടുത്തത് ഏകദേശം 600 സീറ്റുകളാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാത്രം കൊടുത്തത്. പക്ഷേ ഇപ്രാവശ്യം 300 സീറ്റുകൾ മാത്രമാണ് 300ഓളം സീറ്റുകൾ മാത്രമാണ് BDJS മത്സരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BJP തന്നെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം, മത്സരിക്കാൻ സീറ്റ് കൊടുത്താൽ മത്സരിക്കാൻ ആളില്ലാത്തൊരു പാർട്ടിയായിട്ട് BDJS മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് BDJSന് വലിയ വിലയൊന്നും കൊടുക്കാത്തത്. അപ്പൊ മുന്നണിയിലേക്ക് തന്നെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നണിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലേക്ക് സംസാരിക്കാനോ BDJSന് ഇപ്പോ ഇവിടെ നിയമസഭാ അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം, ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. എവിടെയാണ് BDJSന്റെ നേതാവ്? BDJSന്റെ നേതാവിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ BJP തന്നെ പറയുന്നുണ്ട് എവിടെയാണ് നിങ്ങളുടെ നേതാവ് എന്ന്. ഇപ്പോ കോട്ടയത്ത് തന്നെ BJP പത്രിക അടിച്ചിറക്കി എന്ന് പറയുന്നത് കേട്ടു. അതായത് BDJSനെ പാർട്ടിയിൽ നിന്നും, അതായത് മുന്നണിയിൽ നിന്നും പുറത്താക്കണം, അവരെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്ന് പറയുന്ന രീതി അത്തരത്തിലുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് BDJS മുന്നോട്ട് പോകുന്നത്. അപ്പൊ കേരളത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ BDJSന് ഇതുവരെ കഴിഞ്ഞില്ല. BJPയുടെ കൂടെ നിന്നതുകൊണ്ട് ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു വിഭാഗം ആളുകളെ BJPയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ സമയത്ത്, അതായത് 2016 കാലഘട്ടത്തിൽ BDJSന് കഴിഞ്ഞിരുന്നു.
പക്ഷെ പിന്നീട് ഇപ്പോ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളൊക്കെ കൊണ്ടായിരിക്കാം. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതലും LDF-ലേക്കാണ് ഒരു ചായ്വ്. അല്ല, ഈ ഒരു BDJS ആണെങ്കിലും ഇത് SNDPയും BDJS ഒക്കെ LDF-ലേക്ക് ചേർന്ന് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. BJP-യിൽ നിന്ന് ഇറങ്ങുന്നത് LDF-ലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു എന്നൊന്നും ആരും പറയുന്നില്ല. BDJS പോലും അത് സംബന്ധിച്ച് കൊടുത്തിട്ടില്ല. ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം എന്ന് പറയുന്നത് BDJS-ന് കൃത്യമായിട്ട് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല. പാർട്ടിക്കുള്ളിൽ, അതായത് മുന്നണിക്കുള്ളിൽ കൃത്യമായിട്ട് പ്രാതിനിധ്യം BDJS-ന് കൊടുക്കുന്നില്ല എന്നൊരു നിലപാടിലാണ് BDJS മുന്നോട്ട് പോകുന്നത്. അല്ല, ഈ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കാത്തൊരു പാർട്ടിക്ക് പറയുന്നത് പോലെ പ്രാതിനിധ്യം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. BJP അതുകൊണ്ടാണ് BJP അത് ചെവി കൊണ്ട് കേൾക്കുന്ന പോലും ഇല്ല. അത്തരത്തിലാണ് BJP മുന്നോട്ട് പോകുന്നത്. അപ്പോ ഈ BDJS-നെ സംബന്ധിച്ച് ഇനി ഒരു ഭാവി എന്ന് പറയുന്നത്, ഇപ്പം വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു ആളാണ്. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഒന്നിച്ചു പോകുന്നവരാണ്, തൊഴിൽ കൈയിട്ട് നിൽക്കുന്നവരാണ്, സഹോദര തുല്യരായിട്ടുള്ള ആളുകളാണ്. അപ്പോ അത്തരത്തിലുള്ള പ്രസ്താവനകൾ കൂടുതലും BJP-യെ പിന്നോട്ട് വലിച്ചേക്കാം, BDJS-നെ താങ്ങുന്നതിൽ. അപ്പോ BDJS-ന് ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF-നോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോ കുറെ കൂടെ സീറ്റുകൾ BDJS-ന് നൽകാനുള്ള സാധ്യതയുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ട് BDJS-ന് ചിലപ്പോൾ കൂടുതൽ ഗുണമുണ്ടാകും. അപ്പോ കേരളത്തെ സംബന്ധിച്ച് കേരളം BJP മൈൻഡിലേക്ക് എത്തിയിട്ടില്ല. BJP ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഹിന്ദുത്വ അജണ്ട, അല്ലെങ്കിൽ ആ ഒരു മൈൻഡിലേക്ക്, ഹിന്ദുത്വ മൈൻഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആളുകളിലേക്ക് BJP അവർ പ്രചരണം അഴിച്ചുവിടുന്നത്. അവർ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസും അത് തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ BDJS-ഉം അത് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ, അതായത് SNDP എന്ന് പറയുന്ന ഈഴവ സമൂഹത്തിന്റെ വോട്ടുകൾ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ അവർക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണമെന്നില്ല. അവിടെ തന്നെ BJP-ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന സാഹചര്യം വരുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രമുഖരായിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസും LDF-ഉം തന്നെ ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു ഇടയിലേക്ക് BJP അനുകൂലിച്ചുകൊണ്ട് BDJS കടന്നു വരുമ്പോൾ അവർക്ക് കിട്ടാത്ത ഒരു പ്രാതിനിധ്യം ചിലപ്പോൾ LDF-ലേക്ക് പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്രാതിനിധ്യവും കുറച്ചുകൂടെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് ചിലപ്പോൾ BDJS മാറിയേക്കാം. ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് ഇനി അങ്ങനെ സംഭവിച്ചേക്കാം. കേരള രാഷ്ട്രീയമാണ്, ഒരുപാട് ട്വിസ്റ്റുകളും ഒരുപാട് ചരിത്രങ്ങളും നമുക്കുള്ള പാർട്ടികളൊക്കെ ഉണ്ട്. അപ്പോ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല ആരാണ് അടുത്ത തവണ മത്സരിക്കാൻ പോകുന്നത്. അപ്പോ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി വരെ മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല പാർട്ടികളിലും. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ രീതിയിലുള്ള ഫൈറ്റിലേക്കാണ് കേരളം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം BDJS-ന്റെ ഒരു ഭാവി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇനി LDF-ലേക്കായിരിക്കാം.